കോഴിക്കോട് ചാലിയത്ത് ജങ്കാറിൽ കയറ്റുന്നതിനിടെ കാർ നിയന്ത്രണം വിട്ട് പുഴയിൽ വീണു. കാറിൽ കുട്ടികൾ ഉൾപ്പെടെ 6 യാത്രക്കാർ ഉണ്ടായിരുന്നു. യാത്രക്കാരെ നാട്ടുകാരും ജങ്കാർ ജീവനക്കാരും ചേർന്ന് രക്ഷപ്പെടുത്തി. രതീഷ് വാസുദേവൻ ചേർന്നു വിവരങ്ങളുമായി. രതീഷ്, ഏതായാലും തലനാരിഴയ്ക്ക് അവിടെ മനുഷ്യർ രക്ഷപ്പെട്ടു. വളരെ കൃത്യമായി രക്ഷാപ്രവർത്തനം നടന്നതുകൊണ്ട് തന്നെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ ആ റിവേഴ്സ് എടുക്കുന്നതിലെ പ്രശ്നമാണ് ആ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ കൂടുതലായി? ലക്ഷ്മി, ഇന്നലെ വൈകിട്ടാണ് ചാലിയത്ത് ജങ്കാറിൽ ഈ വലിയ ആളുകളെ ഞെട്ടിക്കുന്ന അപകടമുണ്ടായത്. എന്തായാലും ഭാഗ്യത്തിന് ആ സമയത്ത് തന്നെ ജങ്കാറിലെ ജീവനക്കാർക്കും നാട്ടുകാർക്കും കാറിലുണ്ടായിരുന്ന യാത്രക്കാരെ രക്ഷിക്കാനായി. കുട്ടികളടക്കം 6 പേരാണ് കാറിലുണ്ടായിരുന്നത്. കാരണം ചാലിയാറിലേക്ക് പൂർണ്ണമായും കാറ് മറിയുന്ന ദൃശ്യങ്ങൾ കാണാം. പുറകോട്ട് ജങ്കാറിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ വളരെ പൊടുന്നനെ വേഗം വർദ്ധിക്കുകയും പുറകോട്ട് മറിഞ്ഞ് പുഴയിലേക്ക് ചാലിയാറിലേക്ക് പൂർണ്ണമായും മുങ്ങി താഴ്ന്നു പോകുന്ന അവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരും ജങ്കാർ ജീവനക്കാരും ഉൾപ്പെടെ അതിലുള്ള ആളുകളെ മുഴുവൻ രക്ഷപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും വലിയൊരു ദുരന്തം സംഭവിക്കുന്നത് എന്തായാലും ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടും ആ സമയത്ത് തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ടും അതില്ലാതായി. ആശ്വാസകരമായ ഒരു അന്ത്യമുണ്ടായി. എന്തായാലും അശ്രദ്ധമായി വാഹനം എടുത്തു എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. സാധാരണ പുറകോട്ട് ജങ്കാറിലേക്ക് കാറ് അങ്ങനെ തന്നെയാണ് കയറ്റാറ്. പക്ഷേ അത് എടുത്തപ്പോൾ അല്പം അരികിലേക്ക് നീങ്ങുന്നു, മാത്രമല്ല വേഗവും കൂടുന്നു. അങ്ങനെ രണ്ടും കൂടെ അപകടത്തിൻ്റെ ആ സാധ്യത വർദ്ധിപ്പിച്ചു. എന്തായാലും വലിയ അപകടമാവേണ്ടിയിരുന്ന ഒരു കാര്യം എന്തായാലും നാട്ടുകാരുടെയും ജങ്കാർ ജീവനക്കാരുടെയും സംയോജിതമായ ഇടപെടൽ കൊണ്ട് കാറിലുണ്ടാകുന്ന യാത്രക്കാരെ രക്ഷിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. എന്തായാലും ജങ്കാറിലൊക്കെ ഇത്തരത്തിൽ വാഹനങ്ങൾ കയറ്റുമ്പോൾ വളരെ വേഗത്തിലാണ് സാധാരണ കയറ്റാറ്. വളരെ ശ്രദ്ധ വേണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആ സാധ്യതകളിലേക്ക് കൂടെ വിരലിച്ചു കൊണ്ടുവന്ന ദൃശ്യങ്ങളും ആണ് ഈ അപകടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ലക്ഷ്മി, തീർച്ചയായും കൃത്യമായ ഇടപെടൽ കാരണം അവിടെ ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞെട്ടിക്കുന്ന അപകട ദൃശ്യങ്ങൾ തന്നെയാണ്. ഏതായാലും അത് രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.